നടൂരിലെ ഇടതുമുന്നണി പ്രതിഷേധത്തിൽ കെ.എസ്.യുവിന്റെ കൊടിമരം നശിപ്പിച്ചു. കൊടിമരം നശിപ്പിച്ച ശേഷം വലിച്ചിഴച്ച LDF പ്രവർത്തകർ പ്രകടനം നടത്തി. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്രയുടെ പോസ്റ്ററുകളും നശിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം ഗൈസ്. എൻ്റെ ഒരു സംശയമാണ്, ജനാധിപത്യ രാജ്യത്ത് നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇത് ഞാൻ ചോദിക്കാനുള്ള കാരണം, ഈ കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിനെ അനുബന്ധിക്കുന്ന അല്ലെങ്കിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇഷ്യൂ നമ്മളെല്ലാം വാർത്തകളിൽ കണ്ടതാണ്. എന്നാൽ വീഡിയോയിൽ എവിടെയും ഈ KSU പ്രവർത്തകർ വന്നിട്ട് അവരെ ആക്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പകരം അവർ പ്രകോപിതയായി അവരുടെ നേരെ മുമ്പോട്ട് പോകുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ ചുറ്റുമുള്ള പോലീസുകാർ, അവരെ ഗാർഡ് ആരൊക്കെയാണോ അവർ ജസ്റ്റ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവരോട് തടഞ്ഞു നിർത്തുന്നതൊക്കെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിച്ചത്. ഒരു KSU പ്രവർത്തകൻ പോലും അവരുടെ അടുത്തേക്ക് പോലും ഒന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഞാനിപ്പോൾ ഇത് പറയുന്നത് ഞാൻ KSUക്കാരെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ DYFIക്കാരെ കുറ്റപ്പെടുത്തിയോ ഇവരെ ആരെയും സപ്പോർട്ട് ചെയ്തോ കുറ്റപ്പെടുത്തിയോ ഒന്നും പറയുന്നതല്ല. ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായൊരു അഭിപ്രായമാണ്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിവിടെ തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകളൊക്കെ അവരാരും എങ്ങും പോയി കാശുണ്ടാക്കിക്കൊണ്ടൊന്നും ജനങ്ങളെ സേവിക്കുന്നില്ല. അവർ വേറെ എവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും തൊഴിലെടുത്തിട്ടോ സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നതൊക്കെ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതി പണം, ഇന്ത്യയുടെ അല്ലെങ്കിൽ സർക്കാരിന് വരെ സ്വത്തെന്ന് പറഞ്ഞ് ബിസിനസ്സുകാരിൽ നിന്ന് കിട്ടുന്ന നികുതികൾ, ജനങ്ങളിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന ഓരോ വസ്തുവിനും, ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാൽ എടുക്കുന്ന എല്ലാത്തിനും ടാക്സ് ഉണ്ട്. അതുപോലെ അഡീഷണൽ സെസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ വരുന്ന ഫണ്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എലക്ട് ചെയ്ത് നമുക്ക് വേണ്ടി ഗുണം ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകളാണിത്. എന്നാൽ കുറച്ചു കാലം അവരുടേതായ ഒരു കസേരയിൽ ഇരുന്ന് കഴിയുമ്പം അവർക്ക് തോന്നുവാണ് ഇത് ആജീവനകാലം ഈ ഒരു അധികാരവും പവറും കിട്ടിയാൽ കൊള്ളാം. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി എന്ത് നാടകവും കളിക്കാനായിട്ട് അവരെന്ത് ചെയ്യും, മുതിരും. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാമല്ലോ, ആദ്യത്തെ 5 വർഷം LDFിൻ്റെ ഭരണം നല്ലതായിരുന്നു. ആളുകൾക്ക് നല്ല അഭിപ്രായം ആയതുകൊണ്ടാണ് രണ്ടാമത് വൻ ഭൂരിപക്ഷത്തോടെ LDF എന്ത് ചെയ്ത് അധികാരത്തിൽ വന്നത്. അതിനുശേഷം ഭയങ്കര അഹങ്കാരം പിടിച്ച രീതിയിലുള്ള പെരുമാറ്റം, മന്ത്രിസഭയൊക്കെ വളരെ, ഞാൻ പറയുന്നില്ല കാരണം എല്ലാം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാനിത് പറയുന്നത് കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് തോന്നുന്നത് ഞങ്ങളാണ് ശരി, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങളങ്ങ് അംഗീകരിച്ചാൽ മതി, ഇങ്ങോട്ടൊരു ചോദ്യവും വേണ്ട, ആരും ഇങ്ങോട്ടൊന്നും പറയണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായി. ഞാൻ പറയാമല്ലോ, നേരത്തെ കോൺഗ്രസ് ഭരിച്ച സാഹചര്യത്തിൽ ഏറ്റവും നല്ല പ്രതിപക്ഷമായിരുന്നു LDF. പ്രതിപക്ഷത്തിന് സമരം നടത്തുമ്പോൾ സമരം നടത്തിയും വെല്ലുവിളിച്ചും തന്നെയാണ് ഭരണം നേരെ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് നല്ല പ്രതിപക്ഷം. ഇവിടെ ഇപ്പം UDF എന്ന് പറയുന്ന സംഭവം ഒരു നല്ല പ്രതിപക്ഷമല്ല കേരളത്തിൽ. ശക്തമായൊരു പ്രതിപക്ഷം ഇല്ല കേരളത്തിൽ. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇവർ ഇത്ര ദാർഷ്ട്യത്തോടെ ചെയ്യുകയും പെരുമാറുകയും ചെയ്യുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിൽ രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ എന്ത് ചെയ്താലും ഇവർ പരസ്പരം സപ്പോർട്ട് ചെയ്യുകയാണ്. കോൺഗ്രസ്സിലാണെങ്കിൽ ഒരുത്തിനൊരു തെറ്റ് കാണിച്ചാൽ മറ്റവൻ എന്തെങ്കിലും കാണിച്ചത് തുറന്ന് കാണിച്ച് അത് ശരിയല്ല അങ്ങനെ രീതിയിൽ അവർ സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്യുന്നത് കണ്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് തെറ്റ് കാണിച്ചാലും അതിനെ ന്യായീകരിച്ച് നമുക്കറിയാം, ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് എന്ത് ചെയ്താലും ഇവരെല്ലാം കൂട്ടത്തോടെ ന്യായീകരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ പൊതുവായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത ഒരു സമൂഹമുണ്ട് കേരളത്തിൽ. അവർ ശരിക്കും ഇവരുടെ പ്രവർത്തികളെ വെറുക്കുകയാണ്. അന്നേരം വീണ ജോർജ് എന്താണ് ചെയ്യുന്നതെന്ന് താഴെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരങ്ങോട്ട് ആക്രോശിക്കുകയാണ്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരാൾ ഒരു അധികാരത്തിലിരിക്കുമ്പം അവിടെ അവർക്കെതിരെ ആരോപണങ്ങളുണ്ടാവും, പ്രതിഷേധങ്ങളുണ്ടാവും. അതിൻ്റേതായ രീതിയിലേ കാണാൻ പാടുള്ളൂ. 2013 തോന്നുന്നു, ഉമ്മൻചാണ്ടിനെ DYFI പ്രവർത്തകർ, LDF പ്രവർത്തകർ കല്ലെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാറ് പൊട്ടിച്ച് അദ്ദേഹം നെറ്റി പൊട്ടി ചോര ഒലിച്ച് ജനങ്ങളുടെ ഇടയിലൂടെ ഇറങ്ങി പോകുന്നൊരു സീനുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആ എറിഞ്ഞവനോട് പോലും ക്ഷമിക്കുകയാണ് ചെയ്തത്, കേസ് ഇല്ലാതാക്കി വിട്ടു. ഇവിടെ അങ്ങനെയല്ല. എന്ത് പ്രകോപനമാണ്, എന്ത് രീതിയിലാണ് ഒരു പെരുമാറി തിരിച്ച്. ഇപ്പം തന്നെ മന്ത്രി വീണ ജോർജിൻ്റെ ഒരൊറ്റ പെരുമാറ്റത്തിൽ കേരളത്തിൽ എവിടെയെല്ലാം അടി നടന്നു, എവിടെയൊക്കെ ചെറുപ്പക്കാർ രംഗത്തിറങ്ങി പ്രശ്നങ്ങളുണ്ടാക്കി. എന്തായാലും ഇനിയിപ്പോൾ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ വരികയാണ്. എങ്കിൽ പോലും നമ്മൾ
നമ്മുടെ മനസാക്ഷിക്ക് ഉതകുന്ന രീതി നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പെരുമാറണം. നമ്മൾ പൊതുജനങ്ങൾ അത്ര കഴുതകളാണെന്നുള്ള നിലപാട് രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല. അധികാരം ഇത് ജനങ്ങൾ തരുന്നതാണ്. ഇത് ജനങ്ങൾ തന്നെ അടുത്ത ഇലക്ഷനിൽ തിരിച്ചെടുക്കാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട്. ജനങ്ങളുടെ വോട്ട് നിങ്ങളെ കയറ്റുന്നത് നിങ്ങളെ ഇറക്കുന്നതൊക്കെ ജനങ്ങൾ തന്നെയാണ്. പക്ഷെ കുറച്ചു കാലം ഇരുന്ന് കഴിയുമ്പോൾ ഇപ്പം ഞാനാണെങ്കിലും ഒരു അധികാര കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയോ അത് നിലനിർത്തി വീണ്ടും എനിക്കെങ്ങനെ അവിടെ ഇരിക്കാമെന്നുള്ളതിനെക്കുറിച്ചുള്ള വക്രചിന്തയായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. ആ വക്രചിന്തകളൊക്കെ ഒഴിവാക്കി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു നാടകം ആണ് നമ്മൾ കണ്ടത്. അവർക്ക് ബി പി കൂടിയാണ്. അവർക്ക് കഴുത്തിന് വേദന എന്ന് പറഞ്ഞാൽ ഹൈ ബി പി. അവർ ആക്രോശിച്ച് ചെന്നപ്പോൾ ഹൈ ബി പി കൊണ്ട് അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ അവരത്ര ബി പി എടുക്കേണ്ട കാര്യമില്ല. പ്രതിഷേധിക്കാൻ ജനങ്ങൾക്ക് അവസരമുണ്ട്. അത് അതിരെ കടന്നു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനാണ് ഇവിടെ ഫോഴ്സ് ഉള്ളത്. ആ ഫോഴ്സ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇത്രയും ഫോഴ്സ് ഉണ്ടായിട്ട് പോലും ഉമ്മൻചാണ്ടിക്ക് അത്രയും ഒരു പരിക്കുണ്ടായിട്ട് അദ്ദേഹം ഇതുപോലെ പ്രതികരിച്ചില്ലല്ലോ. അദ്ദേഹം ഇതുപോലെ ഐസിയുലൊന്നും കിടക്കേണ്ടേ വന്നിട്ടില്ല. നിസ്സാര കാര്യം. അപ്പം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം യാതൊരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് പാർട്ടി ഭരിച്ചാലും ഇനിയിപ്പോൾ നാളെ കോൺഗ്രസ് കയറി കഴിഞ്ഞാൽ ഇവിടെ വൻ പ്രതിഷേധവും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് LDF കാണിക്കാൻ പോകുന്നതാണ്. ഒരു കാലത്ത് പാർലമെൻറ്റ് കസേര ചവിട്ടിപ്പറിച്ച് പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ തോന്നിവാസം കാണിച്ച വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഏറ്റവും കൂടുതൽ തോന്നിവാസം കാണിച്ചത് നമ്മളെല്ലാം കണ്ടതാണ്. അദ്ദേഹമൊക്കെ ഇവരെല്ലാം ഒന്നിനൊന്നിനെ ന്യായീകരിച്ച് അവരൊക്കെ ആ പറഞ്ഞിരിക്കുന്ന വാർത്തയിൽ വന്നിരിക്കുന്ന സംഭവങ്ങൾ. പിന്നെ ചാനലുകൾ ഇത് പൊലിപ്പിക്കാനാണ്. കാരണം അവർക്ക് റേറ്റിംഗ് കിട്ടിയാൽ ആളുകൾ കൂടുതൽ കാണുന്ന എന്ത് പരിപാടി അവർ കാണിക്കും. അതാണ് അവരുടെ വരുമാന മാർഗം. ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി അവരെ സഹായിക്കുന്നു അവർക്ക് ചാഞ്ഞ് നിന്നിട്ട് വാർത്ത പോകത്തുള്ളൂ. ഈ വാർത്തകൾ പലതും നമുക്ക് വിശ്വസിക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ മാധ്യമ ശരിക്കും ഇവർക്ക് യാതൊരു മാധ്യമധർമ്മമില്ല. ശരിക്കും കള്ളവാർത്തകളൊക്കെയാണ് ഒത്തിരി വരുന്നത്. എങ്കിൽ പോലും അവിടെയെങ്കിലും ഒരു കാരണവശാലും ഒരു മന്ത്രിയെ അവർ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോസും അല്ലെങ്കിൽ ഒരു തെളിവ് പോലും നമുക്കെങ്ങും കാണാൻ സാധിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അവർ തെളിവ് സഹിതം അത് കാണിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷ നൽകട്ടെ. പക്ഷേ ഞാൻ എൻ്റെ ഒരു ചോദ്യം ഇതാണ്. പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടൊരു കരിങ്കൊടി കാണിച്ചാൽ, ഒരു മന്ത്രി ഒരു കരിങ്കൊടി കാണിച്ചാൽ, അല്ലെങ്കിൽ വഴി നിന്ന് കരിങ്കൊടി കാണിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഇനി ഒരാളൊരു മന്ത്രി അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുകയാണോ ഓക്കെ. അവർ ഇംഗ്ലാസ് എന്താ വിളിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് പ്രതിഷേധമായിട്ട് അവർ കൊടി കാണിക്കുന്നു. കൊടി ആർക്കാ കാണിക്കാൻ പറ്റാത്ത? ജനങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. ഇത് രാജഭരണമല്ലല്ലോ. അപ്പം ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഈ ഒരു പോക്ക് ജനങ്ങളത്രയും കേരളത്തിൽ എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ സ്വതന്ത്ര ചിന്താഗതിയിൽ ഞാൻ ചിന്തിക്കുന്നതാണ്, എല്ലാ മനുഷ്യനും ഈ ഒരു രീതിയിൽ മടുത്ത രീതിയിലാണ് മനുഷ്യനെല്ലാം ചിന്തിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാരുണ്ട് അടിമകളായിട്ടുള്ളത്. എന്ത് കണ്ടാലും അതിൻ്റെ അടി വന്ന് തെറി പറയാനും കമൻ്റ് അടിക്കാനോ ഒളിഞ്ഞിരുന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ തോന്നിവാസം കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊഴികെ നല്ല രീതിയിൽ ചിന്തിക്കുന്ന, നല്ല രീതിയിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ ഇതുപോലുള്ള കള്ളത്തരത്തിനും ഇതുപോലുള്ള നാടകങ്ങൾക്ക് എതിരാണ്. നമുക്കിത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് പല കുട്ടി നേതാക്കന്മാർ ഈ പാർട്ടി കിടന്ന് ഇതേ രീതികളിൽ കാണിക്കുന്നുണ്ട്. അവരൊക്കെ വിചാരിക്കുന്നത് ജനങ്ങൾക്ക് യാതൊരു ബോധമില്ലാത്തവരാണ്, ഇതൊന്നും മനസ്സിലുള്ള കഴിവില്ലാത്ത പൊട്ടന്മാരാണെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ജനാധിപത്യ രാജ്യം അതെങ്ങനെയാണോ അതിന് തിരിച്ചടി കൊടുക്കേണ്ടത്, ആ തിരിച്ചടി അടുത്ത നാളുകളിൽ ഇവരെല്ലാം അനുഭവിക്കാൻ പോകുന്നതാണ്. അപ്പം എൻ്റെ ഒരു സ്വതന്ത്ര ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്നുള്ളേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാം മാജിക് കാണുന്നതാണ്. മാജിക് കാണാൻ വേണ്ടി നമ്മളൊരു മജീഷ്യന് മുമ്പിലിരിക്കുമ്പോൾ അദ്ദേഹം അത്ഭുതകരമായിട്ടൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം പഠിച്ച ചില ടെക്നിക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പക്ഷേ അതൊരു മറയിട്ടാണ് അദ്ദേഹം അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ സീക്രട്ട് അറിഞ്ഞാൽ നമുക്കതിനോടുള്ള ആ ഒരു ഇഷ്ടം മാറിപ്പോകും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നും. ഈ ഒരു സെയിം സംഭവമാണ് ജനങ്ങളുടെ മുമ്പിൽ ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്ന പുകമറ എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് പൊതുജനം കഴുതി എന്ന് പറയുന്നത്. കാരണം ആ ഒരു ടെക്നിക്ക് ജനങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം ഈ മാജിക് കാണിക്കുന്ന മജീഷ്യന്മാരെല്ലാം മിടുക്കരാണ്. നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യും, നമ്മളവരെ അംഗീകരിക്കും. എന്തിനാ? ഈ ഓരോ ഇലക്ഷനും വേണ്ടിയിട്ട് നമ്മൾ ആ വോട്ട് കുത്തിക്കഴിഞ്ഞ് അത് ആ വോട്ട് നേടിയാൽ പിന്നെ അവർ വിജയിച്ചു. അതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? അഴിമതി ഒരുത്തൻ കാണിച്ചാൽ, ഒരുത്തൻ നമുക്ക് ഉപദ്രവമായ രീതിയിൽ മുമ്പോട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാനുള്ളൊരു ധൈര്യം വേണം. നമ്മുടെ ജനങ്ങളിൽ ധാരാളം ആളുകളുണ്ട് ശക്തമായി ഒരു കാര്യം കണ്ടാൽ പ്രതികരിക്കുകയും ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ സംസാരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നമ്മുടെ സമൂഹത്തിന് കൊള്ളാത്ത കാര്യമാണെങ്കിൽ അത് പറയാനുള്ള ഒരു ധൈര്യം നമുക്ക് ഓരോരുത്തർക്കും വേണം. ഈ വരുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ടാണ് ഈ ഓരോ കോലാഹലവും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതുപോലുള്ള മാജിക്കുകളിൽ കണ്ണുടച്ചെന്ന് പെടാതെ നമ്മൾ വളരെ ബുദ്ധിയോടെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പല മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളും വാർത്തകളൊന്നും ശരിയാകണമെന്നുമില്ല. യുക്തിയോടെയും ബുദ്ധിയോടെയും കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നൊരു നല്ല ഒരു തലമുറ, അതാണ് ജനാധിപത്യ രാജ്യത്തിന് ആവശ്യമായിരിക്കുന്നത്. കാര്യങ്ങളെ കാണേണ്ട രീതിയിൽ കണ്ടുകൊണ്ട് കൃത്യമായി യുക്തിയോടെയും ബുദ്ധിയോടെയും നീങ്ങുന്ന ഒരു ജനത, അതാണ് നാടിനാവശ്യം. അങ്ങനെ ഒരു ജനതയിൽപ്പെട്ട ആളായി തീരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.